friends, welcome to Aisha's Paradise. അപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളത് ഒരു മേക്കപ്പ് വ്ളോഗ് ആയിട്ടാണ്. എൻ്റെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് നൈക്ക ഹോൾ പ്രീവിയസ്ലി ചെയ്ത ടൈം ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ട് പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. മൈ വേ, എൻ്റെ വേയിലാണ്. അപ്പം നമുക്കത് കണ്ടുനോക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ലെൻസ് എന്നാൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ഒരു ഹാഫ് സ്റ്റേജ് എത്തിയിട്ട് ലെൻസ് വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ കണ്ണിന്നൊക്കെ വെള്ളം വന്ന് നല്ല പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ് തന്നെ ചെയ്യാമെന്ന്. ഇപ്പോൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കളർ ട്രെൻഡിൻ്റെ പ്യുവർ ഹേസൽ എന്ന് പറയുന്ന ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് വെക്കാൻ പോവുകയാണ്. വെക്കുന്നത് കുറച്ച് ടാസ്ക്കാണ് ആക്ച്വലി. ഫസ്റ്റ് ഇപ്പം ലെൻസ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാമറ നോക്കിയിട്ട് വെക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം ഞാനൊരു എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ മിററിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് വെച്ചത്. വെക്കാൻ കുറച്ച് ടാസ്ക്കാണ് ഇത് ആക്ച്വലി. ഇപ്പം സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞു. അപ്പം നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോൺ ചെയ്യുന്നവർക്ക് ഫേസ് ഒന്ന് ടോൺ ചെയ്യാം. ഡിപ്പെൻസ് ആണ്. ഞാൻ ഇടയ്ക്ക് ചെയ്യും, ഇടയ്ക്ക് ചെയ്യില്ല. അപ്പം ഞാൻ ഇന്ന് ചെയ്യാം. അപ്പം ഞാനൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഇത് ലാക്മിയുടെ മാറ്റ് മോയിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീൻ ടീ ഇതിലുള്ള ടോണറാണ്. അപ്പം ഞാനിത് ഷെയ്ക്ക് ചെയ്തിട്ട് ആക്ച്വലി എൻ്റെ അടുത്ത് ഒരു കോട്ടൺ പാഡ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പം ജസ്റ്റ് ഞാൻ ടിഷ്യൂലാണ് ഇത് അപ്ലൈ ചെയ്തിട്ട് ആക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള വേസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് വൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇത് വൈപ്പ് ചെയ്യാം. ആക്ച്വലി വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം വൈപ്പ് ചെയ്തപ്പം ഇതാ ഓൾറെഡി നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മൾ ഓൾറെഡി ഡസ്റ്റും പാർട്ടിക്കിൾസൊക്കെ ഉള്ളതൊക്കെ ഇത് നന്നായിട്ട് വൈപ്പായിട്ട് ആ ഒരു ക്ലിയർ ഇതാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ടോൺ ചെയ്തു. അപ്പം ടോൺ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ലാക്മിയുടെ ഒരു ലുമി ക്രീം എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റർ കം മോയ്സ്ചറൈസർ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിന് ശേഷം ഞാനങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് എന്നില്ല. ചിലത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം അത് കണ്ടിന്യൂ ചെയ്യും, പിന്നെ വേറെ വന്ന് ട്രൈ ചെയ്ത് അങ്ങനെ പോകലാണ്. അപ്പം ഇത് എൻ്റെ കയ്യിൽ കുറേ കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ലാക്മി അബ്സല്യൂട്ടിൻ്റെ ഹൈഡ്രാ പ്രോ സെറം എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റാണ് ഇത്. ആദ്യം ഒരു എന്താ പറയുക, ഇതുപോലത്തെ ഒരു ഇതിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഇങ്ങനെയാണ് വരുന്നത്, ലൈക്ക് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ. അപ്പം ഞാൻ എൻ്റെ ഒരു യൂസിന് ഇത് എനിക്ക് മോയ്സ്ചറൈസർ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇപ്പം കുറച്ച് എടുത്തു. ദെൻ ഞാൻ ജസ്റ്റ് ഫേസിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. 3 സൈഡ്സ് അത്രയേ വേണ്ടുള്ളൂ. ആക്ച്വലി ഞാനിതിപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് ഫുള്ള് ഇതൊന്ന് എത്തിക്കണം. അപ്പം ഞാൻ കൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഞാൻ ഫേസ് ഫുള്ള് ഇത് അപ്ലൈ ആക്കി. ഇപ്പോൾ കുറച്ച് നേരം എനിക്കൊന്ന് മീൻസ് വല്ല കാറ്റ് ഫാന് അതിൻ്റെ അടുത്തൊക്കെ പോയിരുന്ന് ഒന്ന് ഡ്രൈ ആക്കാം. നന്നായി ഡ്രൈ അല്ല, ഒരു മീഡിയം ഡ്രൈ ആക്കാം. അപ്പം ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുകയാണ്, ഇത് പെട്ടെന്നൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇത് വെച്ചിട്ടും ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറുണ്ട്, ബ്ലെൻഡ് ചെയ്യാറുണ്ട്, കൈ വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പം ഞാനിന്ന് കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇൻ കേസ് എല്ലാവരുടെ കയ്യിലും ബ്ലെൻഡർ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈ ആയിരിക്കും. എനിക്ക് കൈ വെച്ചിട്ടാണ് കുറച്ചുകൂടെ കൂടുതൽ ഫിനിഷ് കിട്ടാറുള്ളത്. അപ്പം ലാക്മിയുടെ ഫൗണ്ടേഷനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാനിതിപ്പോൾ ഡോട്ടായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
ആക്ച്വലി ഫസ്റ്റ് അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് കൺസീലർ അപ്ലൈ ചെയ്യുന്നവർക്ക് ഫസ്റ്റ് കൺസീൽ ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടാം. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് കൺസീൽ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന കൂട്ടർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി കുറച്ച് മാത്രം കൊടുത്താൽ തന്നെ ഒരുപാട് എത്തുന്ന ഒരു ടൈപ്പ് ഫൗണ്ടേഷനാണ്. ഞാനിപ്പം ജസ്റ്റ് നല്ലൊരു ഫിനിഷിന് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ഡോട്ട്സ് കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്തേ ഉള്ളൂ. ഇതൊന്ന് നമുക്ക് ഫുള്ള് ഫേസിലോട്ട് കവർ ചെയ്യാം. അപ്പം ഞാനിത് കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കൈ വെക്കാണ്ട് ഇത് നമുക്ക് ഈ സാധനം വെച്ചിട്ട് ബ്ലെൻഡർ വെച്ചിട്ട് യൂസ് ചെയ്യണമെന്നാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സൈഡ്സിലും എത്തും. കൈ പോലെ തന്നെ. കൈ പിന്നെ കുറച്ച് എളുപ്പമായതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഇതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. കുറച്ചും കൂടി എല്ലാ ഏരിയാസും കവർ ആവുകയും ചെയ്യും. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. സോ അടുത്ത ഞാൻ ലാക്മിയുടെ പ്രൈമർ പ്ലസ് മാറ്റ് ലിക്വിഡ് കൺസീലറാണ് കൺസീൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതായത് കണ്ണിൻ്റെ താഴത്തെ സൈഡൊക്കെ ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കവറപ്പ് ചെയ്യാൻ നല്ല എന്താ പറയുക ഒരു യൂസേജാണ് ഈ കൺസീലറിനെ കൊണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഡോട്ട് പോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തു. ആക്ച്വലി ഞാൻ അത്ര ഹെവി ആക്കുന്നില്ല, കാരണം ഒരു നോർമൽ കൈൻഡ് ഓഫ് കൂടിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു പാർട്ടി ഒരു മാരേജ് ഫങ്ഷൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹെവി ആക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് കവർ ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഐ ഷാഡോ ആണ്. സെയിം ലാക്മിയുടെ 925 ഐ കളർ. ഇത് ആക്ച്വലി ഇതിൽ ടോട്ടൽ 4 ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ കോമൺ ആയിട്ട് ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് ചൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഈ 3 ഷെയ്ഡും മിക്സ് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഈ 3 ഷെയ്ഡ്സ് ഞാൻ ഫങ്ഷൻസ് മാരേജസ് പാർട്ടീസ് അതിനൊക്കെയാണ് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യൽ. അല്ലെങ്കിൽ ഡെയിലി യൂസിന് ഞാൻ ഈ ഷെയ്ഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എനിക്കത് ആ ഒരു പീച്ച് ടോണാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സോ ഈ ഒരു ബ്രഷ് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം കുറച്ചെടുത്തു, ടാപ്പ് ചെയ്തു, ദെൻ അപ്ലൈ. സി ഇതൊരു പീച്ച് ഒരു ബ്രൗണിഷ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടോണാണ്. അപ്പം ഞാനിത് ഓൾമോസ്റ്റ് ഈ ഒരു ഇത്രയും ഞാൻ കൊടുക്കുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു ഒരു പെട്ടെന്നൊക്കെ നമ്മളൊന്ന് പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൂടിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അധികം ഓവർ ആക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഓപ്പോസിറ്റ് നമ്മളിത് എടുത്തിട്ട് ടാപ്പ് ചെയ്യുക എക്സസ് ആയിട്ടുള്ളത്. എന്നിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു കളറിന് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഷാഡോവും അതിന് കുറച്ച് മാച്ചിങ് ആണ്. അപ്പം അത് കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഐലൈനറാണ്. ഞാൻ എത്രയോ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാനിത് ചേഞ്ച് ചെയ്തിട്ടില്ല ഇതുവരെ. ലാക്മിയുടെ ബ്ലാക്ക് ഐലൈനർ. ഞാൻ ആക്ച്വലി ഐലൈനർ യൂസ് ചെയ്യുമ്പം വാലിട്ടിട്ടും എഴുതാറുണ്ട്, അല്ലാതെയും ചെയ്യാറുണ്ട്. ഞാനിപ്പം വാലിട്ടിട്ട് എഴുതുന്നത് അത് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം സോ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഐലൈനർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഓൾമോസ്റ്റ്.
പിന്നെ നെക്സ്റ്റ് നമുക്കിനി ചെയ്യാനുള്ളത്, നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്കിലോട്ട് ഇത് ലാസ്റ്റ് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പം ഷുഗർ പോപ്പിൻ്റെ ഷെയ്ഡ്, ഇത് ചില്ലിയാണ്, ചില്ലി ഷെയ്ഡാണ്. എൻ്റെ അടുത്ത് വേറൊരു ഷെയ്ഡും കൂടിയുണ്ട്, ഒരു പീച്ച് ടോണാണ്. ഞാൻ പിന്നെ ഇന്ന് റെഡ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനത് ഇപ്പം തന്നെ ഇടാണ്. അപ്പം ആക്ച്വലി ഇത് ലൈന് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ ലൈനർ ഉണ്ട്, ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പം ലൈന് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്നവർക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനങ്ങനെ ചെയ്യാറില്ല, ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറാണ്. എക്സസൈസ് പോയി തോന്നുന്നുണ്ടെങ്കിൽ, മീൻസ് ഇതിൻ്റെ പുറത്തൊക്കെ ആയിപ്പോയി തോന്നുന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് ഫേഷ്യൽ ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലൈന് ചെയ്ത് കൊടുക്കാൻ ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പം ഓൾമോസ്റ്റ് ഇതും കംപ്ലീറ്റ് ആയി. ദെൻ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാക്മി ആബ്സല്യൂട്ട് ഫേസ് ലിഫ്റ്റ് പാലറ്റാണ്. ലൈക്ക് 3 പ്രൊഡക്ട്സ് ഉണ്ട്. ബ്ലഷ് ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്. അപ്പം ബ്ലഷ് ഞാൻ ചെയ്യാൻ പോവാണ്. ബ്രഷിനെ കൊണ്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ലൈക്ക് നേരത്തെ പോലെ എടുക്കുക, ടാപ്പ് ചെയ്യുക, യൂസ് ചെയ്യുക. അല്ലാണ്ട് ഉള്ളവർക്ക് കൈ യൂസ് ചെയ്യുക. ഞാൻ കൈ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് പ്രൊഡക്റ്റ് ഇതിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ചിരിച്ച് പിടിച്ചുകൊണ്ട് ഇത് ഈ 2 സൈഡ് ഇങ്ങനെ പൊന്തി നിൽക്കണം. ഇങ്ങനെ ചെയ്ത് ആ ടൈമാണ് നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ശരിക്കും നമുക്ക് ആ ഒരു ഫിനിഷിൽ കാണാൻ പറ്റുള്ളൂ. അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ആക്ച്വലി ഈ സൈഡ് മാത്രമല്ല, ഞാൻ ഇടയ്ക്ക് ഇവിടെയും ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ക്യൂട്ട്നെസ് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്ന ടൈം. അപ്പം ഇടയ്ക്ക് കുറച്ച് ഉള്ളത്, ഓവറായിട്ടുള്ള കുറച്ചുള്ളത് ഇവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കംപ്ലീറ്റ് ആയി. ദെൻ ഹൈലൈറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതുപോലെ തന്നെ കുറച്ചെടുക്കുക. നമുക്കറിയാം ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസ് എന്ന് വെച്ചാൽ ഈ ഒരു കട്ടിങ് ആണ്. ഈ ഒരു കട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്താലാണ് അതിൻ്റെ ശരിക്ക് എഫക്റ്റ് കാണാൻ പറ്റുക. ഹൈലൈറ്റ് ഈ 2 സൈഡ്, പിന്നെ നമ്മുടെ നോസിൻ്റെ ഈ ഒരു സെൻറ്റർ, ഇത് ജസ്റ്റ് ദെൻ ഈ ഒരു പോർഷൻ, ഒരു ടിപ്പ്, പിന്നെ ഈ നെറ്റിയുടെ ഈ ഒരു പോർഷൻ. അതപ്പോൾ ഓൾമോസ്റ്റ് അങ്ങനെ അത് കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് മസ്കാരയിലാണ് മേബലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ മസ്കാരയാണ്. ഞാനിത് കുറച്ച് കാലം യൂസ് ചെയ്യുന്നു, വോളിമൈസിങ്. ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു പ്രൊഡക്റ്റിൽ, കുഴപ്പമില്ല. അങ്ങനെ മസ്കാര ഇട്ട് കഴിഞ്ഞു. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്ലാമിൻ്റെ ഒരു റേഡിയൻറ്റ് മാറ്റ് കോമ്പാക്ട് പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത് നെക്ക് സൈഡൊക്കെയാണ്, കാരണം ഈ ഒരു ഈവൻ ടോൺ കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്വതവേ അതായത് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിലും ലൈക്ക് ഈ സിറം ഫൗണ്ടേഷനൊക്കെ ഇത്രത്തോളം അപ്ലൈ ചെയ്തിട്ടാണ് ശരിക്കും, കാരണം എന്നാലും ഈവൻ ടോൺ വരുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഈ കോമ്പാക്റ്റിൻ്റെ ഇത് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യാറ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, നല്ല പ്രൊഡക്റ്റാണിത് മൈഗ്ലാമിൻ്റെ. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്തിട്ടില്ല, അത് ഞാനിപ്പോൾ ചെയ്യാം. ഞാനിപ്പം കോമൺ ആയിട്ട് കിട്ടുന്ന സാധാ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇത് കണ്ടിട്ട് മേടിച്ചതാണ്, സ്വിസ് ബ്യൂട്ടീൻ്റെ. ഇതും നല്ലതാണെന്ന് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം യൂസ് ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ചെയ്യാം. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ത്രെഡ് ചെയ്തിട്ട് കുറച്ചായി, അപ്പോൾ അതിൻ്റെ ചെറിയ ഇതുണ്ടാവും.
അപ്പം എന്നാലും ജസ്റ്റ് ഞാനൊന്ന് ഫില്ല് ചെയ്യാം. അധികം ഡാർക്കർ ആക്കാറില്ല, ഒരു ഈവണായിട്ട് ഫില്ല് ചെയ്യാറാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് ഓൾറെഡി പിരികത്തിൻ്റെ തിക്നെസ് കുറവാണ്. സോ ഐബ്രോസ് നമ്മൾ ഓൾമോസ്റ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഫൈനലി എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഓക്കെ സോ ഡൺ. അപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് സഡൻ എന്തെങ്കിലും പ്ലാൻസ് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പം പെട്ടെന്ന് ചെയ്തിട്ട് ഇങ്ങനെയാണ് പെട്ടെന്ന് തീർത്തിട്ട് പോകാറുള്ളത്. പിന്നെ പാർട്ടി മേക്കപ്പ് ആണെങ്കിലും ഇതിനെക്കാട്ടി കുറച്ചും കൂടി ഹെവി ആയിട്ടാണ് ചെയ്യാറ്, കുറച്ചുകൂടെ ഹെവി ആക്കാറുണ്ട്. അപ്പം നമുക്കിനി ഒന്നുമില്ല, ലാസ്റ്റ് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. ഓവർ ഹെയർ ഫ്രിസി പോലെ ആണെങ്കിൽ സ്ട്രീക്സിൻ്റെ സിറം ഞാൻ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പം ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൻ്റെ ലുക്ക്. അപ്പം ഇത് എൻ്റെ കൈൻഡ് ഓഫ് വേ ആണ്. പലവർക്കും പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മേക്കപ്പ് രീതികൾ ഉണ്ടാവും, സ്റ്റെപ്സ് ഉണ്ടാവും. അപ്പം ഇത് എൻ്റെ വേ ആണ്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളും. അപ്പം സഡനായിട്ട് ഈ കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്വിസ് ബ്യൂട്ടിയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 2-3-5 മിനിറ്റ്സ് ഹാർഡ്ലി നിന്നിട്ട് നമുക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പം നമുക്കത് അതുപോലെ സെറ്റായിട്ട് ഉണ്ടാവും, ഒന്നും ആവില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ സ്പ്രേ ചെയ്യാം. കുറച്ച് ഡിസ്റ്റൻസിൽ പിടിച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യാം. അപ്പം ചെയ്തതിന് ശേഷം പെട്ടെന്ന് കണ്ണ് തുറക്കരുത്. അപ്പോൾ കുറച്ച് ടൈം നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവണം. അപ്പം ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ഫൈനൽ എന്ന് വെച്ചാൽ. അപ്പം ഇനി നമുക്ക് എത്ര ടൈം വേണമെങ്കിലും സെറ്റിംഗ് സ്പ്രേ അടിച്ച് കഴിഞ്ഞു, ഒന്നും സംഭവിക്കില്ല. കൂളായിട്ട് നമുക്ക് പോവാം, അറ്റൻഡ് ചെയ്യാം. ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ഈ ഒരു ലുക്ക് ഇതുപോലെ മെയിൻറ്റെയിൻഡ് ആയിട്ടുണ്ടാവും. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം, ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇനി വേറൊരു വീഡിയോയിൽ ഒരു പ്യുവർലി ഒരു വെഡ്ഡിങ് ലുക്ക്, ഒരു വെഡ്ഡിങ്ങിന് പോകുമ്പോൾ ഉള്ള മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്യും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.